ഹായ് സ്റ്റുഡൻസ്, പ്രൈസ് ദി ലോർഡ്. എന്തുണ്ട് വിശേഷമൊക്കെ? സുഖമായിരിക്കുന്നല്ലേ? നമ്മെ ഏറ്റവും അധികം സ്നേഹിക്കുന്നത് ആരാണ്? യേശു കർത്താവ് അല്ലേ? യേശു എന്തിനാണ് ഈ ഭൂമിയിൽ വന്നത് അറിയാമോ? അറിയാവല്ലേ? പിതാവായ ദൈവം സകല മനുഷ്യരെ സൃഷ്ടിച്ചു, എല്ലാവരെയും സ്നേഹിച്ചു. പക്ഷേ മനുഷ്യരൊക്കെ പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെടുത്തി. അത് ദൈവത്തിന് വലിയ സങ്കടമാണല്ലേ? ദൈവം സൃഷ്ടിച്ച മനുഷ്യരെല്ലാം പാപികളായി തീർന്നു പോയി. അത് ദൈവത്തിന് വലിയ സങ്കടമായി. എന്നാൽ ദൈവം വളരെ കരുണാമയനാണ്. ദൈവത്തിന് മനുഷ്യരോട് വലിയ സ്നേഹമുണ്ട്. ആരും നശിച്ചു പോകരുത്, ആരും നശിച്ചു പോകാതെ എല്ലാവരും നിത്യജീവൻ പ്രാപിക്കണം എന്നുള്ളതാണ് ദൈവത്തിന്റെ ഇഷ്ടം. അതുകൊണ്ട് ദൈവം എന്ത് ചെയ്തു? ആ പാപത്തിൽ നിന്ന്, നരകാഗ്നിയിൽ നിന്ന് മനുഷ്യരെ രക്ഷിക്കുന്നതിന് വേണ്ടി പാപമില്ലാത്ത ദൈവകുഞ്ഞാടിനെ, അതായത് തന്റെ ഏകജാതനായ പുത്രനായ ക്രിസ്തു യേശുവിനെ ഈ ഭൂമിയിലേക്ക് അയച്ചു. കർത്താവായ യേശു ഭൂമിയിൽ കന്യകയിൽ ജനിച്ച് വളർന്ന് സാധാരണ മനുഷ്യരോടുകൂടി വസിച്ച് സകലരുടെയും ദുഃഖത്തിൽ പങ്കുചേർന്ന് വിശന്നവർക്ക് ആഹാരം കൊടുത്ത് രോഗികളെ സൗഖ്യമാക്കി മരിച്ചവരെ ഉയർപ്പിച്ച് അങ്ങനെയൊക്കെയും മനുഷ്യർക്ക് വേണ്ടി ഒരുപാട് നന്മകൾ ചെയ്തു, അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു. അതുപോലെ തന്നെ സ്നേഹിച്ചു മനുഷ്യരെ ഉപദേശിച്ചു. ദൈവത്തിന്റെ ന്യായപ്രമാണങ്ങളെ, ദൈവത്തിന്റെ തിരുവചനത്തെ മനുഷ്യരോടെല്ലാം കർത്താവ് അറിയിച്ചു. നന്നായി ജീവിക്കണം, ദൈവത്തിൽ വിശ്വസിക്കണം, അതെല്ലാം പറഞ്ഞു. അതുപോലെ തന്നെ യേശു താൻ ലോകത്തിന്റെ വെളിച്ചമാണെന്നുള്ള കാര്യവും ഇതിൽ കൂടെ കർത്താവ് അറിയിച്ചു, എല്ലാവരെയും അറിയിച്ചു. കർത്താവ് എന്തിനു വേണ്ടിയാണ്, എങ്ങനെയാണ് മനുഷ്യരുടെ പാപങ്ങൾക്ക് പരിഹാരമായി തീർന്നത് അറിയാമല്ലേ? എങ്ങനെയാണ്? കർത്താവായ യേശു ക്രൂശിൽ മരിച്ചു. യഹൂദന്മാര് കർത്താവിനെ റോമ ഗവൺമെന്റിന് ഏൽപ്പിച്ചു കൊടുത്തു. ഒരുപാട് കുറ്റങ്ങൾ ചുമത്തി കർത്താവിന്റെ പേരില് അവസാനം കർത്താവിനെ ക്രൂശിക്കുവാൻ റോമൻ ന്യായാധിപന്മാർ തീരുമാനിച്ചു. അങ്ങനെ യേശുവിനെ ക്രൂശിച്ചു. യേശുവും ആ കാര്യത്തിനു വേണ്ടി സ്വയം സമർപ്പിച്ചു കൊടുത്തു. പിതാവിന്റെയും ഇഷ്ടമതായിരുന്നു. എന്തിനു വേണ്ടിയാണ് ഈ വേദനയെല്ലാം യേശു സഹിച്ചത്? യേശുവിന്റെ ശരീരം നുറുങ്ങി, യേശുവിന്റെ രക്തം, പരിശുദ്ധമായ രക്തം നമുക്ക് വേണ്ടി ഒഴിക്കപ്പെട്ടു. ഇതെന്തിനു വേണ്ടിയാണ്? നമ്മൾ പാപികളായി നരകത്തിൽ പോകാതിരിക്കുന്നതിന് വേണ്ടിയാണ് യേശു ഈ കാര്യങ്ങളൊക്കെയും ചെയ്തത്. യേശു ലോകത്തിൽ ജീവിച്ചപ്പോൾ ഉണ്ടായ അനവധി സംഭവങ്ങളിൽ ഒരു സംഭവം, ഒരു ദിവസം യേശു തന്റെ ശിഷ്യന്മാരുമായി യെരുശലേം ദേവാലയത്തിലേക്ക് പോയി. യെരുശലേം ദേവാലയത്തിൽ യേശു വന്നു എന്നറിഞ്ഞ് ജനങ്ങളെല്ലാം യേശുവിന്റെ ഉപദേശം കേൾക്കുവാൻ, യേശുവിനെ കാണുവാൻ ഒക്കെയും സ്നേഹമയനായ യേശുവിന്റെ അടുത്ത് ഒന്നിച്ചു കൂടി. ഇത് യഹൂദന്മാർക്കും പരീശന്മാർക്കും ശാസ്ത്രിമാർക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല. കാരണം അവരെ പോലെ വലിയ മേന്മയുള്ള വസ്ത്രങ്ങളൊക്കെ ധരിച്ച് അധികാരസ്ഥാനത്ത് മറ്റുള്ളവരെ തൃണവൽഗണിച്ചുകൊണ്ട്, മറ്റുള്ളവർക്ക് വലിയ സ്ഥാനങ്ങളൊന്നും കൊടുക്കാതെ അവരാണ് വലിയ ആൾക്കാര്, ദൈവത്തിന്റെ ആൾക്കാരെന്നുള്ള പ്രാമാണിക ഭാവത്തോടെ അവര് നടന്നു. എന്നാൽ യേശു അങ്ങനെയല്ല. യേശു ദൈവത്തിൽ നിന്ന് പ്രാപിച്ച് ജനങ്ങൾക്ക് ദൈവത്തിന്റെ ഉപദേശം കൊടുക്കുകയും ദൈവപ്രവർത്തികൾ മനുഷ്യരുടെ ഇടയിൽ ചെയ്യുകയും ചെയ്തു. അതുകൊണ്ട് ഈ ശാസ്ത്രിമാർക്കും പരീശന്മാർക്കൊന്നും യേശുവിനോട് ഇഷ്ടമല്ലായിരുന്നു. എങ്ങനെയെങ്കിലും യേശുവിനെ ഒന്ന് പിടിക്കണം, അല്ലെങ്കിൽ ഒന്ന് ഉപദ്രവിക്കണം എന്നുള്ളതായിരുന്നു അവരുടെ താല്പര്യം. അങ്ങനെ യേശു ദേവാലയത്തിൽ ഉപദേശിക്കുന്ന സമയത്ത് പരീശന്മാരും ശാസ്ത്രിമാരും യഹൂദന്മാരും എല്ലാവരും കൂടെ കൂടിക്കൊണ്ട് ഒരു സ്ത്രീയെ, കുറ്റവാളിയായ ഒരു സ്ത്രീയെ പിടിച്ച് ദേവാലയത്തിൽ കൊണ്ടുവന്ന് നടുക്ക് നിർത്തി യേശുവിനോട് ഇവൾ തെറ്റ് ചെയ്തിരിക്കുന്നു,
ന്യായപ്രമാണത്തിൽ ഇങ്ങനെയുള്ള തെറ്റ് ചെയ്തവരെ കല്ലെറിയണം എന്നാണ് എഴുതിയിരിക്കുന്നത്. നീ എന്തു പറയുന്നു എന്ന് ചോദിച്ചു. യേശുവിനെ പരീക്ഷിക്കുന്നതിനു വേണ്ടിയാണ് അവരങ്ങനെ ചോദിച്ചത്. യേശു കുനിഞ്ഞ് നിലത്ത് വിരൽ കൊണ്ട് എഴുതിക്കൊണ്ടിരുന്നു. പിന്നെയും അവർ ചോദ്യം ആവർത്തിച്ചുകൊണ്ടിരുന്നു. യേശു നിവർന്ന് അവരോട് പറഞ്ഞു, നിങ്ങളിൽ പാപം ചെയ്യാത്ത ആൾ ആദ്യം ഇവളെ കല്ലെറിയുക. അത് കേട്ടപ്പോൾ അവർ എന്തു ചെയ്തു? ആദ്യം നിന്നയാൾ കുനിഞ്ഞ് പുറത്തോട്ടിറങ്ങിപ്പോയി. അതിനു പുറകെ ഓരോരുത്തരായി തല കുനിച്ച് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. കാരണം അറിയാമല്ലോ, അവരെല്ലാവരും പാപികളായിരുന്നു. പാപം ചെയ്യാത്തയാൾ ആദ്യം കല്ലെറിയാനാണ് പറഞ്ഞത്. പക്ഷെ അവരുടെ മനസ്സാക്ഷിയിൽ അവർ ചെയ്തു കൂട്ടിയിട്ടുള്ള പാപങ്ങൾ കൊണ്ട് അവർക്ക് യേശുവിന്റെ മുമ്പിൽ ഇവളെ എറിയാൻ കഴിഞ്ഞില്ല. അവരെല്ലാം പുറത്തുപോയി. അവസാന സ്ത്രീയും യേശുവും മാത്രം ശേഷിച്ചു. യേശു സ്ത്രീയോട് ചോദിച്ചു, നിന്നെ ആരും കല്ലെറിഞ്ഞില്ലേ? ഇല്ല. എന്നാൽ ഞാനും നിന്നെ ശിക്ഷിക്കുന്നില്ല. നീ പൊയ്ക്കൊള്ളുക, പക്ഷേ ഇനി പാപം ചെയ്യരുത് എന്നൊരു താക്കീത് കൊടുത്ത് യേശു അവളെ അയച്ചു. അതിനുശേഷം യഹൂദന്മാരോട് യേശു പറഞ്ഞതാണ്, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. എന്നെ അനുഗമിക്കുന്നവൻ പാപത്തിൽ വെളിച്ചത്തിൽ നടക്കും, പ്രകാശത്തിൽ നടക്കും. യേശു ലോകത്തിന്റെ വെളിച്ചമാണ്. യേശുവിനെ അനുഗമിക്കുന്നവർ പാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കും. അവർക്ക് പാപം ചെയ്യുവാൻ കഴിയാതെ വണ്ണം യേശു അവരെ സൂക്ഷിക്കും. ഈ കാര്യം പറഞ്ഞത് യഹൂദന്മാർക്ക് ഇഷ്ടപ്പെട്ടില്ല. അവര് യേശുവുമായിട്ട് വളരെ തർക്കത്തിലൊക്കെ ഏർപ്പെട്ടു. എന്നാൽ യേശു തന്റെ പ്രവൃത്തികളാലാണ് താൻ ദൈവപുത്രനാണെന്നുള്ളതും ലോകത്തിന്റെ വെളിച്ചമാണെന്നുള്ളതും തെളിയിച്ചു കൊടുത്തത്. അതെങ്ങനെയെന്ന് ഒരു പ്രവൃത്തി നമുക്ക് നോക്കാം. ജസ്റ്റ് എല്ലാവരും ഒന്ന് അടച്ചോ. ഇപ്പോഴൊന്നും കാണുന്നില്ലല്ലോ ലോകത്തിൽ. ഇനി കണ്ണു തുറന്നു നോക്കിക്കേ. ലോകത്തിൽ എന്തുമാത്രം മനോഹരമായ കാര്യങ്ങളുണ്ട്. ദൈവം സൃഷ്ടിച്ച ഭൂമിയില് മനോഹരങ്ങളായ ചെടികള്, ഇലകള്, ജീവികള്, പറക്കുന്ന ബട്ടർഫ്ലൈസ്, ഇതുപോലെ നമ്മൾ എന്തെല്ലാം ഭംഗിയുള്ള കാര്യങ്ങൾ ഈ ലോകത്തിൽ ഉണ്ട്. പക്ഷേ കണ്ണടച്ചപ്പോൾ ഒന്നും കാണാൻ പറ്റിയില്ലല്ലേ? അതാണ്. ഒരു കുരുടനെ ഒന്ന് സങ്കല്പിച്ചു നോക്കിക്കേ. കുരുടൻ എന്ന് പറഞ്ഞാൽ എന്താ? ബ്ലൈൻഡ്, അന്ധൻ, ഒന്നും കാണാൻ പാടില്ല. യേശു ശിഷ്യന്മാരുമായി നടന്നു പോയപ്പോൾ ഒരു കുരുടനെ കണ്ടു. അവന് ഭിക്ഷ യാചിക്കുകയായിരുന്നു. കാരണം കുരുടന്മാർക്ക് ആരും ജോലി കൊടുക്കുകയില്ലല്ലോ. കുരുടന്മാർക്ക് ഈ കാലത്ത് ജോലികൾ ലഭിക്കുന്നുണ്ട്. പക്ഷെ ആ കാലത്ത് കുരുടന്മാരുടെ ആകെയുള്ള ജോലി എവിടെയെങ്കിലും ഇരുന്ന് ഭിക്ഷ യാചിക്കുക. അങ്ങനെ ഈ കുരുടൻ ഭിക്ഷ യാചിച്ചുകൊണ്ട് വഴിയരികിലിരിക്കുക. അപ്പൊ ശിഷ്യന്മാർ ചോദിച്ചു, ഗുരു, ഇവൻ കുരുടനായി പോയത് എന്തുകൊണ്ടാ? ഇവൻ തെറ്റ് ചെയ്തിട്ടാണോ? ഇവൻ പാപം ചെയ്തിട്ടാണോ? അതോ ഇവന്റെ അമ്മയപ്പന്മാർ പാപം ചെയ്തിട്ടാണോ? യേശു അവരോട് പറഞ്ഞു, ഇവന്റെ അമ്മയപ്പന്മാരെങ്കിലും പാപം ചെയ്തിട്ടല്ല. ഇവനിൽ ദൈവപ്രവൃത്തി വെളിവാകേണ്ടതിനാണ് ഇവൻ കുരുടനായിരിക്കുന്നത് എന്ന് പറഞ്ഞു. യേശു ആ കുരുടന്റെ അടുത്ത് ചെന്ന് അവനോട് പറഞ്ഞു, നിനക്ക് സൗഖ്യമാകണമോ? ആകണം. യേശു നിലത്ത് തുപ്പിയിട്ട് ആ ചേറ് കുഴച്ചു അവന്റെ കണ്ണിന്മേൽ പുരട്ടി. എന്നിട്ട് പറഞ്ഞു,
നീ ശിലോഹാം കുളത്തിൽ ചെന്ന് നിന്റെ കണ്ണ് കഴുകണം. കുരുടനായിരിക്കുന്നവന് ശിലോഹാം കുളത്തിലേക്ക് എങ്ങനെ പോകും? ശിലോഹാം കുളം യെരുശലേമിന്റെ തെക്ക് കിഴക്കായി കിടക്കുന്ന കിദ്രോൻ താഴ്വരയിലാണ്. യഹൂദ രാജാവായിരുന്ന ഹെരോദാവിന്റെ ഭരണകാലത്ത് ഉണ്ടാക്കിയതാണ് ആ കുളം എന്ന് കരുതിപ്പോരുന്നു. അത് രാജാക്കന്മാർ 2 രാജാക്കന്മാർ 20 അധ്യായം 20 വാക്യത്തിൽ അത് കാണുന്നു. ആ കുരുടൻ ആരുടെയോ സഹായത്താൽ ഒക്കെ ശിലോഹാം കുളത്തിൽ ചെന്ന് തന്റെ കണ്ണ് കഴുകി, ആ ചേറെല്ലാം കഴുകിക്കളഞ്ഞു, വൃത്തിയായി. തിരിച്ച് വളരെ സന്തോഷത്തോടും ആർപ്പോടും കൂടെ ഒരു കുരുടന് കാഴ്ച കിട്ടിക്കഴിഞ്ഞെന്നാൽ എങ്ങനെയായിരിക്കും അവന്റെ ഓട്ടം? ആദ്യമായിട്ട് ലോകം കാണുകയാണ്. അവൻ എല്ലാത്തിലും പിടിച്ചു നോക്കുന്നു, തപ്പി നോക്കുന്നു, മണത്തു നോക്കുന്നു, പൂക്കളൊക്കെ മണത്തു നോക്കുന്നു, ചെടികളും മരങ്ങളും ഒക്കെ അവൻ പിടിച്ചു നോക്കുന്നു, ആളുകളെ നോക്കുന്നു. അവന് വലിയ അത്ഭുതത്തോടുകൂടി ഓടിച്ചാടി കർത്താവിന്റെ അടുത്ത് വന്നു. കർത്താവ് ചോദിച്ചു, നിനക്ക് കാഴ്ച ലഭിച്ചോ? ലഭിച്ചു, എനിക്ക് കാഴ്ച ലഭിച്ചു. ശിലോഹാം എന്ന വാക്കിന് അയക്കപ്പെട്ടവൻ എന്നാണ് അർത്ഥം. ആ ശിലോഹാം കുളത്തിൽ നിന്ന് കഴുകി വന്ന് കർത്താവിന്റെ അടുത്ത് വന്ന് സൗഖ്യം പ്രാപിച്ചവൻ വളരെ തുള്ളിച്ചാടുകയും സന്തോഷിക്കുകയും ഒക്കെ ചെയ്തു. ഇത് അവന്റെ അയൽക്കാരും മറ്റു മനുഷ്യരും ഒക്കെ കണ്ടു. അവര് ചോദിച്ചു, നിനക്ക് എങ്ങനെയാ സൗഖ്യമായത്? നിനക്ക് കണ്ണിന് കാഴ്ചയില്ലാതെ നീ ഇരുന്ന് ഭിക്ഷ യാചിക്കുകയായിരുന്നല്ലോ, പിന്നെ നിനക്ക് ഇപ്പോഴെങ്ങനെയാ നീ കാണുന്നത്? നീ ഞങ്ങളെ എല്ലാം അറിയുന്നത്, ഞങ്ങളുടെ അടുത്ത് നീ വന്ന് സന്തോഷത്തോടെ നിൽക്കുന്നുണ്ടല്ലോ, നിനക്ക് എങ്ങനെയാണ് ഈ സൗഖ്യം കിട്ടിയത്? അപ്പോൾ അവൻ പറഞ്ഞു, വലിയ സന്തോഷത്തോടെ പറഞ്ഞു, യേശു എന്ന മനുഷ്യൻ എന്റെ കണ്ണിൽ ചേറ് തേച്ചു ശിലോഹാം കുളത്തിൽ പോയി കഴുകുക എന്ന് പറഞ്ഞു. ഞാൻ ശിലോഹാം കുളത്തിൽ പോയി ചേറ് കഴുകിക്കളഞ്ഞു. അപ്പോഴെനിക്ക് സൗഖ്യം ലഭിച്ചു. അങ്ങനെയാണ് ഞാൻ സൗഖ്യമായത് എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ അവർ, അന്ന് ഒരു ശബത്ത് ദിവസമായിരുന്നു. ശബത്ത് ദിവസത്തിൽ സൗഖ്യമാക്കുന്നതോ ഏതെങ്കിലും പ്രവൃത്തി ചെയ്യുന്നതോ ഒക്കെ നിഷിദ്ധമായിട്ടാണല്ലോ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നത്. ശബത്ത് ദിവസത്തിൽ യേശു ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തതിനോട് യഹൂദന്മാർക്ക് വലിയ എതിർപ്പുണ്ടായി. അവർ കുരുടനെ പിടിച്ചുകൊണ്ടുപോയി പരീശന്മാരുടെയും ശാസ്ത്രിമാരുടെയും അടുക്കലെത്തിച്ചു. അവർ ചോദിച്ചു, നിനക്കിതെന്ത് സംഭവിച്ചു? നീ എങ്ങനെ സൗഖ്യമുള്ളവനായി? നീ തന്നെയാണോ അവിടെ ഇരുന്ന് ഭിക്ഷ യാചിച്ചയാള്? അതെ, ഞാൻ തന്നെയാണ് ഭിക്ഷ യാചിച്ചയാള്. ഞാൻ തന്നെ, എനിക്ക് തന്നെയാണ് സൗഖ്യം ലഭിച്ചത് എന്ന് പറഞ്ഞു. ആ സമയത്ത് അവര് അവന്റെ അമ്മയപ്പന്മാരോട് ചോദിച്ചിട്ട് നമുക്കിത് ഉറപ്പാക്കാം എന്ന് പറഞ്ഞ് അമ്മയപ്പന്മാരെ വിളിക്കുവാൻ ആളയച്ചു. അവർ പോയി അമ്മയപ്പന്മാരെ വിളിച്ചുകൊണ്ടുവന്നു. അമ്മയപ്പന്മാരോട് പരീശന്മാർ ചോദിച്ചു, കുരുടനായി പിറന്ന നിങ്ങളുടെ മകൻ ഇവൻ തന്നെയോ? ഇവന് കാഴ്ച എങ്ങനെ കിട്ടി? അവർ പറഞ്ഞു, കുരുടനായി പിറന്ന ഞങ്ങളുടെ മകൻ ഇവൻ തന്നെ. ഇവന് കാഴ്ച കിട്ടിയത് എങ്ങനെയെന്ന് ഞങ്ങൾ അറിയുന്നില്ല. അത് അവനോട് തന്നെ ചോദിച്ചു നോക്ക്, അവന് പ്രായമുണ്ടല്ലോ. എന്തുകൊണ്ടായിരിക്കും ഈ അമ്മയപ്പന്മാര് അങ്ങനെ പറഞ്ഞത് പറയാമോ? കാരണം അവര്
പള്ളിക്കാരെ പേടിച്ചു. ചർച്ചിലുള്ളവര് പള്ളിഭ്രഷ്ടരാക്കും. അതായത് ചർച്ചിൽ നിന്ന് ഇവരെ വിട്ടുകളയും. ഇവര് പറയുകയാണെങ്കിൽ ഇത് യേശുവാ സൗഖ്യമാക്കിയെന്ന് ഇവര് പറയുകയാണെങ്കിൽ ഇവർക്ക് പിന്നെ പള്ളി കയറാൻ അനുവാദമില്ല. ചർച്ചിൽ നിന്ന് അവരെ പുറത്തിറക്കിക്കളയും. യേശുവിനെ ഉയർത്തുന്നവരെ പുറത്തിറക്കിക്കളയും. യേശുവിന്റെ നാമത്തെ മഹത്വപ്പെടുത്തുന്നവരെ പുറത്തിറക്കിക്കളയും. യേശുവിനെ പുകഴ്ത്തുന്നവരെ ആർക്കും വേണ്ട. യേശുവിനെ പുകഴ്ത്തുന്നവരെ പുറത്തിറക്കിക്കളയും. അതാണ് രീതി. അതുകൊണ്ട് അമ്മയപ്പന്മാർ പറഞ്ഞു, അവന് പ്രായമുണ്ടല്ലോ, അവൻ തന്നെ പറയും, അവനോട് ചോദിക്കുക എന്ന് പറഞ്ഞു. അപ്പം അവർക്ക് ഒരു പിടിയും കിട്ടിയില്ല. അവരെന്ത് ചെയ്തു? കുരുടനായിരുന്നവനെ പിന്നെയും വിളിപ്പിച്ചു. പിന്നെയും അടുത്ത് വിളിപ്പിച്ച് അവനോട് ചോദിച്ചു, നീ കുരുടനായിരുന്നോ? അതെ, ഞാൻ കുരുടനായിരുന്നു. ഞാൻ ഭിക്ഷയാചിച്ചുകൊണ്ടിരുന്നു. എന്നിട്ട് നിനക്കെന്ത് സംഭവിച്ചു? ഞാൻ ഭിക്ഷയാചിച്ചുകൊണ്ടിരുന്നപ്പോൾ യേശു എന്ന മനുഷ്യൻ എന്റെ അടുക്കൽ വന്നു. ഞാൻ കുരുടനായിരിക്കുന്നത് കണ്ട് എന്നോട് കരുണ തോന്നി സ്നേഹപൂർവം എന്റെ കണ്ണിൽ എനിക്ക് സൗഖ്യമാകാൻ വേണ്ടി എന്റെ യേശു എന്റെ കണ്ണിൽ തൊട്ടു, ചേർത്തേച്ചു, കഴുകിക്കളയാൻ എന്നോട് പറഞ്ഞു. ശിലോഹാം കുളത്തിൽ പോയി ഞാൻ കഴുകിക്കളഞ്ഞു. അങ്ങനെയാണ് എനിക്ക് സൗഖ്യം കിട്ടിയത് എന്ന് പറഞ്ഞു. അത് അവർക്കൊട്ടും ഇഷ്ടപ്പെട്ടില്ല. അവർ പിന്നെയും ചോദിച്ചപ്പോൾ ആ കുരുടനായിരുന്ന മനുഷ്യൻ പറഞ്ഞു, ഞാൻ നിങ്ങളോട് പറഞ്ഞുവല്ലോ, നേരത്തെ തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞുവല്ലോ, പിന്നെയും നിങ്ങൾ ഇത് ചോദിക്കുന്നത് എന്തുകൊണ്ട്? നിങ്ങൾക്കും അവന്റെ ശിഷ്യനാകാൻ ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഞങ്ങൾ അബ്രഹാമിന്റെ മക്കൾ, ഞങ്ങൾ അവന്റെ ശിഷ്യനാകുകയില്ല. നീ പാപിയായിരുന്ന, പാപത്തിൽ ജനിച്ച നീ ഞങ്ങളെ ഉപദേശിക്കുന്നുവോ എന്ന് ചോദിച്ച് അവർ അവനെ അവിടെ നിന്ന് ഓടിച്ചു വിട്ടു. അവൻ ചെന്നു, യേശു അവനെ കണ്ടു. യേശുവിന്റെ അടുക്കൽ അവൻ എത്തിയപ്പോൾ യേശു അവനോട് ചോദിച്ചു, നിനക്ക് മെശിഹായെ അഥവാ രക്ഷിതാവിനെ കാണണമോ എന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, എനിക്ക് കാണണം. അത് നീ കാണുന്ന ഈ ഞാൻ തന്നെയാണ് മശിഹ, രക്ഷിതാവ്. അവൻ കർത്താവിൽ വിശ്വസിച്ചു. ഒന്നാമതവന് ബാഹ്യമായ ശാരീരികമായ അവന്റെ അന്ധതയിൽ നിന്ന് വിടുതൽ കിട്ടി. യേശു അവനെ തൊട്ട് സൗഖ്യമാക്കി. രണ്ടാമത് അവന്റെ മാനസികമായ, അവന്റെ ആത്മാവിന്റെ ആന്ധ്യം, അന്ധത, അതും ദൈവം കർത്താവ് അതും മാറ്റി അവനെ സൗഖ്യമാക്കി. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്, നമ്മളുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ ഇരുളിലായിരിക്കും വസിക്കുന്നത്. ഇരുളെന്ന് പറഞ്ഞാൽ എന്താ? രാത്രിയുടെ ഇരുളാണോ? അല്ല. രാത്രിയുടെ ഇരുളാണെങ്കിൽ പ്രഭാതത്തിൽ സൂര്യൻ വരുമ്പോൾ ആ ഇരുളിൽ നിന്ന് നമുക്ക് വെളിച്ചം കിട്ടും. എന്നാൽ സൂര്യനെ പോലും സൃഷ്ടിച്ച ദൈവത്തിന്റെ ആ പ്രകാശം, ആ ദിവ്യ തേജസ്, ദൈവത്തെപ്പറ്റി പറയുന്നത് അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവൻ എന്നാണല്ലോ. ഒന്ന് സങ്കല്പിച്ചു നോക്കിക്കേ, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവൻ. എത്ര വലിയ വെളിച്ചമാണത്, എത്ര വലിയ തേജസ്സാണ്. മനുഷ്യരാർ കണ്ടിട്ടില്ലാത്തവനാണ്. തന്റെ പുത്രനായ ക്രിസ്തുയേശുവിലൂടെയാണ് ദൈവം തന്നെ വെളിപ്പെടുത്തിയത്. ഇത്ര പ്രകാശത്തിൽ വസിക്കുന്ന ആ പ്രകാശം, ദൈവം വസിക്കുന്ന ദൈവിക പ്രകാശം, ആ ദിവ്യ തേജസ്, അതെത്ര വലുതാണ്. അതിന്റെ മുമ്പിൽ ഇരുട്ടെന്ന് പറയുന്നത് നമ്മളുടെ ജീവിതത്തിലെ പല സ്വഭാവങ്ങളും
ആണ്. നമ്മൾക്ക് പക, അസൂയ, ദുഷ്ടത, മറ്റുള്ളവരോടുള്ള വെറുപ്പ്, ധാർഷ്ട്യം, ദ്വേഷം, ഇങ്ങനെയുള്ള ഇരുളിന്റെ സ്വഭാവങ്ങൾ, ഇരുട്ടിന്റെ സ്വഭാവങ്ങൾ നമ്മളിലുണ്ടെങ്കിൽ നമ്മൾ ദൈവസന്നിധിയിലേക്ക് ചെല്ലുമ്പോൾ ആ ക്രിസ്തുവിന്റെ ദിവ്യ തേജസ്, ആ ദിവ്യ സ്വഭാവം, ആ ദിവ്യമായിട്ടുള്ള സൗരഭ്യം, ക്രിസ്തുവിന്റെ ആ സൗരഭ്യം, ആ നന്മകള്, സ്നേഹം, കരുണ, പരോപകാരം, ഇങ്ങനെയുള്ള സമാധാനം, ഇങ്ങനെയുള്ള നല്ല ഗുണങ്ങൾ നമ്മളിലേക്ക് വരും. നമ്മളുടെ ഇരുൾ മാറി നമ്മൾ ദൈവത്തിന്റെ പ്രകാശത്തിൽ വസിക്കുവാൻ ദൈവം നമ്മളെക്കുറിച്ച് ഈ ലെസണിലൂടെ, ഈ ബൈബിൾ വാക്യങ്ങളിലൂടെ ദൈവം നമ്മളോട് ആഹ്വാനം ചെയ്യുകയാണ്. എല്ലാവരും ഇത് മനസ്സിലാക്കി ദൈവത്തിൽ ആശ്രയിച്ച് വലിയ സന്തോഷത്തോടെ, സമാധാനത്തോടെ ദൈവിക പ്രകാശത്തിൽ വസിക്കണമെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് നമ്മുടെ ഈ ചെറിയ ക്ലാസ് അവസാനിക്കുന്നു.